ലൂണാർ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഐസക് ജോസഫ് കോട്ടുകാപ്പള്ളി രചിച്ച സംരംഭകനാകാൻ 100 വിജയമന്ത്രങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന DC അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഡോക്ടർ സിറിയക് ജോസഫ് ധനം പബ്ലിക്കേഷൻ ചീഫ് എഡിറ്ററും MD-യുമായ കുര്യൻ എബ്രഹാമിന് നൽകി നിർവഹിച്ചു. ശ്രീ ഐസക്കിന്റെ കർമ്മക്ഷേത്രം ശരിയായി ഒരു ചോയ്സായി വന്നു എന്നുള്ളതാണ് നമുക്കുള്ള സന്തോഷം, നമുക്കുള്ള ഭാഗ്യം. ഐസക്കിനുള്ള അനുഗ്രഹം, നമുക്കുള്ള അനുഗ്രഹം. ഐസക്കിനുള്ള ഐശ്വര്യം, സമൂഹത്തിനുള്ള ഐശ്വര്യം. അതാണ് ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് പിന്നിൽ നമ്മൾ കാണുന്ന പ്രത്യേകമായ ഒരു ഘടകം എന്ന് ഞാൻ വിചാരിക്കും. ശ്രീ ഐസക് വ്യവസായത്തിൽ വിജയിച്ച ഒരാളാണ്. തോൽക്കുന്ന ഒരാൾക്കും വേണമെങ്കിൽ പുസ്തകം എഴുതാം, അനുഭവം വെച്ച് പുസ്തകം എഴുതാം. പുതിയ സംരംഭകർ തോൽക്കാതിരിക്കാൻ. വിജയിച്ച ഒരാൾക്കും എഴുതാം, പുതിയ സംരംഭകർക്ക് വിജയിച്ചു പോവാൻ. ശ്രീ ഐസക് തൻ്റെ വ്യവസായ സംരംഭത്തിൽ വിജയിച്ച ആളാണ്. ഒരു മാനേജിംഗ് പാർട്ണർ അല്ലെങ്കിൽ മെയിൻ എന്റർപ്രണർ ഒറ്റ സഹിക്കാനും ക്ഷമിക്കുവാനും ഒത്തിരി വിട്ടുവീഴ്ച ചെയ്യുവാനും ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് അവരെല്ലാം 40 കൊല്ലമായിട്ടും എനിക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഇല്ലായ്മകളെ ഉള്ളായ്മകളാക്കുന്നവനാണ് ഒരു എന്റർപ്രണർ. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു പ്ലാനിംഗ് ബോർഡ് മീറ്റിംഗിൻ്റെ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സെമിനാറായിരുന്നു. ആ സെമിനാറിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 7ാം ക്ലാസ്സിൽ വെച്ച് MBA ചേർന്നു എന്ന് ഞാൻ പ്രസ്താവന നടത്തി. പ്രൊഫസർ TS ചാക്കോ അധ്യക്ഷത വഹിച്ചു. മംഗളം ദിനപത്രം ചീഫ് എഡിറ്റർ സാബു വർഗീസ്, മാധ്യമപ്രവർത്തകൻ സജിൽ ശ്രീധർ എന്നിവർ പ്രസംഗിച്ചു.